Welcome to the second class of Plus 2 Computerized Accounting Chapter 1. എല്ലാവർക്കും പ്ലസ് ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാം പാഠത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ്, സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നീ ടോപ്പിക്കുകളാണ്. ഒന്നാമത്തെ ടോപ്പിക് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. എന്താണ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ? അക്കൗണ്ടുകളെ അവയുടെ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളായി, വിവിധ വിഭാഗങ്ങളായി തിരിക്കുക. അതാണ് ഗ്രൂപ്പിംഗിന്റെ അർത്ഥം, അല്ലെ? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അക്കൗണ്ടിങ് ഡാറ്റ എന്ന് പറയുന്നത് അതിൽ പലതരത്തിലുള്ള അക്കൗണ്ടുകളുണ്ട്. പലതരത്തിലുള്ള ഇൻകംസ് ഉണ്ട്, എക്സ്പെൻസസ് ഉണ്ട്, അസറ്റ്സ്, ലയബിലിറ്റീസ് ഉണ്ട്, ക്യാപിറ്റൽ ഐറ്റംസ് ഉണ്ട്. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. അതിനെ ശരിയായ രീതിയിൽ തരംതിരിക്കുക എന്നുള്ളതാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ CAS has to deal with a large number of transactions which requires proper classification or grouping of data. ധാരാളം ട്രാൻസാക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന് എന്തിന്റെ ആവശ്യകതയുണ്ട്? ശരിയായ രീതിയിൽ ഈ ഡാറ്റയെ അല്ലെങ്കിൽ അക്കൗണ്ട്സിനെ ക്ലാസിഫൈ ചെയ്യേണ്ട, തരംതിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ തരംതിരിക്കൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് അടുത്ത ചോദ്യം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ അക്കൗണ്ടുകളെ തരംതിരിക്കുന്നത്? അതിന് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ. പ്ലസ് വൺ അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് ഇക്വേഷൻ. എന്താണ് അക്കൗണ്ടിങ് ഇക്വേഷൻ? അസറ്റ്സ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, ഓർ A is equal to L plus C. അതിനെ നമുക്ക് വിപുലീകരിക്കാം. We can extend this as assets is equal to liabilities plus capitals plus revenues minus expenses. Revenues minus expenses എന്നുള്ളത് ബ്രാക്കറ്റ്സ് ആണ്. റവന്യൂസ് എന്ന് പറഞ്ഞാൽ വരുമാനങ്ങളാണ്, എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ചെലവുകളാണ്. വരുമാനമാണ് ചെലവിനേക്കാൾ കൂടുതലെങ്കിൽ പ്രോഫിറ്റ് ആണുള്ളത്, അല്ലെ? അപ്പോൾ അത് ക്യാപിറ്റലിനും കൂടെ കൂട്ടും. അതേസമയം എക്സ്പെൻസസ് ആണ് കൂടുതലെങ്കിൽ ലോസ് ആണ് ഉണ്ടാകുന്നത്, അത് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ 5 ഐറ്റംസ് ഉണ്ട്: അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ്. ഇതൊക്കെയാണ് അസറ്റ്സ്, സ്ഥാപനത്തിന്റെ ആസ്തികൾ, ബിൽഡിംഗ്, ക്യാഷ്, അങ്ങനെയുള്ള ആസ്തികൾ. ലയബിലിറ്റീസ്, ഔട്ട്സൈഡേഴ്സിന് കൊടുക്കാൻ ഉള്ള ബാധ്യതകളാണ് ലയബിലിറ്റീസ്. ക്യാപിറ്റൽ, ഓണേഴ്സ് കൊണ്ടുവന്ന തുക. റവന്യൂസ്, വരുമാനങ്ങളാണ്. എക്സ്പെൻസസ്, ചെലവുകളാണ്. ഇങ്ങനെയുള്ള 5 കമ്പോണൻസ് ആണ് ഈ ഇക്വേഷനിൽ ഉള്ളത്. ഈ ഇക്വേഷനിലെ, അക്കൗണ്ടിങ് ഇക്വേഷനിലെ ഓരോ ഘടകത്തെയും നമുക്ക് ഗ്രൂപ്പായിട്ട് തിരിക്കാം. ഓരോ ഘടകത്തിന്റെയും കീഴിൽ വിവിധ അക്കൗണ്ടുകൾ ഉൾപ്പെടുത്തി നമുക്ക് വിപുലമായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. So each component of the above equation can be divided and grouped as follows. Okay, അങ്ങനെയാണ് നമുക്ക് നോക്കാം. So first component in the equation is assets. അസറ്റ്സിനെ പ്രധാനമായിട്ടും 2 സബ് ഗ്രൂപ്പ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റ്സ്, 2 കറന്റ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സ് എന്ന ഗ്രൂപ്പിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം? സ്ഥിരം ആസ്തികളാണ്, അല്ലെ? ലാൻഡ് ആൻഡ് ബിൽഡിങ്സ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ് തുടങ്ങിയ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അസറ്റ്സ്
കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് പീരീഡിലേക്ക് ഉപയോഗിക്കുന്നതാണ് അല്ലെ? ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, ഇൻവെന്ററീസ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്റ്റോക്ക്, ഗുഡ്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു അല്ലെ? ഇങ്ങനെയുള്ള കറണ്ട് അസറ്റ്സ് എന്ന രണ്ടാമത്തെ സബ് ഗ്രൂപ്പ്. ഇപ്പോൾ അസറ്റ്സ് അവിടെ എഴുതിയിരിക്കുന്ന രീതി നമ്മൾ ശ്രദ്ധിക്കണം. അസറ്റ്സ് അവിടെ നിന്ന് കുറച്ച് വലതുവശത്തേക്ക് മാറ്റി ഒന്നാമത്തെ സബ് ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ്സ്. അതിന്റെ താഴെ കുറച്ചും കൂടെ വലത്തേക്ക് മാറ്റി ഓരോ ഫിക്സഡ് അസറ്റ്സ്. വീണ്ടും ഫിക്സഡ് അസറ്റിന്റെ അതേ ലെവലിൽ കറണ്ട് അസറ്റ്സ് രണ്ടാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ സബ് ഗ്രൂപ്പ്. ആ കറണ്ട് അസറ്റ്സിന് താഴെ കുറച്ച് വലത്തേക്ക് മാറ്റി ഓരോ കറണ്ട് അസറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ആ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സ്ഥാനം, ആ പൊസിഷൻ, എഴുതിയിരിക്കുന്ന പൊസിഷൻ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഇതേപോലെ തന്നെ എഴുതണം. ആ പൊസിഷൻ പാലിക്കണം. അതിന് അർത്ഥമുണ്ട് അല്ലെ? ആ അസറ്റ്സിന്റെ ഒരു ഭാഗമാണ് ഫിക്സഡ് അസറ്റ്സ്, മറ്റൊരു ഭാഗമാണ് കറണ്ട് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിൽ പെടുന്നതാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്സ്ചേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ്. കറണ്ട് അസറ്റ്സിൽ പെടുന്നതാണ് ക്യാഷ്, ബാങ്ക്, ഡെറ്റേഴ്സ്, ഇൻവെന്ററീസ് തുടങ്ങിയ ഐറ്റംസ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മൾ അതിനെ എഴുതുന്നത്. ഇപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ലയബിലിറ്റീസ് അല്ലെ? അസറ്റ്സ് കഴിഞ്ഞാൽ വരുന്നത് ലയബിലിറ്റീസ്. ലയബിലിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെക്യൂർഡ് ലോൺസ്, അൺസെക്യൂർഡ് ലോൺസ്, ക്രെഡിറ്റേഴ്സ്, പ്രൊവിഷൻസ്. സെക്യൂർഡ് ലോൺസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അസറ്റുകൾ പണയമായി നൽകിക്കൊണ്ട് എടുക്കുന്ന ലോണുകളാണ് സെക്യൂർഡ് ലോൺസ്. അങ്ങനെ അല്ലാത്ത ലോൺ അൺസെക്യൂർഡ് ലോൺസ്. ക്രെഡിറ്റേഴ്സ്, ഗുഡ്സ് കടമായി വാങ്ങിയതിന് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ട്, അതാർക്കാണ് കൊടുക്കുന്നത് അവരാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സ്. പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള ബാധ്യതകളെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മൂന്നാമത്തെ കമ്പോണന്റ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം? ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ക്ലാസിഫിക്കേഷൻ ഇവിടെ നൽകിയിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്. ആ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ പെടുന്നതാണ് അതിന് താഴെ നൽകിയിരിക്കുന്ന ക്യാപിറ്റൽ റിസർവ്, ജനറൽ റിസർവ് ആൻഡ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നാലാമത്തെ കമ്പോണന്റ് റവന്യൂസ് ആണ്. റവന്യൂസ് എന്ന് പറഞ്ഞാൽ വരുമാനങ്ങളാണ് റവന്യൂസ്. അപ്പോൾ പ്രധാനമായ ഒരു ട്രേഡിംഗ് കൺസേണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ട്രേഡിംഗ് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. അപ്പൊ സെയിൽസ് അതിലെ ഒരു ഐറ്റം. സെയിൽസ് ഒഴികെയുള്ള മറ്റ് വരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതർ ഇൻകം. അഞ്ചാമത്തെ കമ്പോണന്റ് എക്സ്പെൻസസ്. എക്സ്പെൻസ് ചെലവുകളാണ് അല്ലെ? ഒരു സ്ഥാപനത്തിൽ അതിന് നടത്തിപ്പിന് വേണ്ടി, അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടി, അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങിന് വേണ്ടി ഒക്കെ പല കാര്യത്തിലും പല തരത്തിലുള്ള ചെലവുകൾ വേണ്ടിവരുന്നത്. അത്തരം എക്സ്പെൻസസ് ആണ് അതിലെ ഐറ്റംസ് ആയിട്ട് വരുന്നത്. മെറ്റീരിയൽസ് കൺസ്യൂംഡ്, സാലറി ആൻഡ് വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്. അപ്പോൾ നമ്മളിവിടെ ആ അക്കൗണ്ടിംഗ് ഇക്വേഷനിലെ 5 കമ്പോണൻസിനെ 5 പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളായി, 5 കമ്പോണൻസിനെ 5 മേജർ ഗ്രൂപ്പ്സ് ആയി ഡിവൈഡ് ചെയ്തു. അതിൽ ഓരോന്നിലും സബ് ഗ്രൂപ്പുകളും, ഓരോ സബ് ഗ്രൂപ്പിന്റെയും കീഴിൽ വിവിധ അക്കൗണ്ടുകളും നമ്മൾ ഉൾപ്പെടുത്തി. ഈ രീതിയിലാണ് ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ്. Our next topic is codification of accounts. എന്താണ് കോഡിഫിക്കേഷൻ? ഉദാഹരണത്തിന് നമ്മളൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ ലഭിക്കുന്നു, അഡ്മിഷൻ നമ്പർ.
ഓക്കെ, ആ അഡ്മിഷൻ നമ്പർ, നമുക്ക് ലഭിച്ച അഡ്മിഷൻ നമ്പർ നമുക്ക് മാത്രമായിട്ടുള്ളതാണ്. ആ അഡ്മിഷൻ നമ്പർ നോക്കിയാൽ അഡ്മിഷൻ രജിസ്റ്ററിൽ നമ്മളുടെ എല്ലാ വിവരങ്ങളും ലഭ്യമാണ്, അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ ഒരേ പേരുള്ള ഒന്നിലധികം ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതിൽ ഓരോരുത്തരെ സംബന്ധിച്ച് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ എവിടെ നോക്കണം? അഡ്മിഷൻ നമ്പർ നോക്കി ആ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. എന്ന് പറയുന്നത് പോലെ ഓരോ അക്കൗണ്ടിനെയും പറ്റി വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ അക്കൗണ്ടിനും ഒരു കോഡ് നൽകുകയാണ്. അതിന് ഒരുപക്ഷെ നമ്പർ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിംബൽസ് ആവാം. അതുപയോഗിച്ചുകൊണ്ട് ഒരു കോഡ് നൽകുകയാണ് കോഡിഫിക്കേഷൻ എന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ കോഡിഫിക്കേഷൻ refers to allotting code numbers to accounts in a hierarchical structure. എന്താണ് കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ അർത്ഥം? ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചറിൽ കോഡ് നമ്പേഴ്സ് അക്കൗണ്ടുകൾക്ക് നൽകുന്നതിനെയാണ് കോഡിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഹയറാർക്കിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സ്ഥാനക്രമം എന്നാണ്. നമ്മുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ ഏറ്റവും ടോപ്പിലാണ്, അതിന് തൊട്ട് താഴെ ടീച്ചേഴ്സ്, അതിന് താഴെ സ്റ്റുഡൻസ്. ഒരു ഘടനയുണ്ട്, സ്ഥാനക്രമമുണ്ട്. എന്ന് പറയുന്നത് പോലെ അക്കൗണ്ടിങ്ങിലും ഒരു ഹയറാർക്കി ഉണ്ട്, ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ നേരത്തെ ഗ്രൂപ്പ് തിരിച്ചില്ലേ? അപ്പൊ നമ്മൾ കണ്ടു അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സ്, കറന്റ് അസറ്റ്സ്. ആ സ്ഥാനക്രമം കൃത്യമായ ഹയറാർക്കിക്കൽ സ്ട്രക്ചർ പാലിച്ചുകൊണ്ട് അക്കൗണ്ട്സിന് കോഡ് നമ്പേഴ്സ് അലോട്ട് ചെയ്യുന്ന, കോഡ് നമ്പേഴ്സ് നൽകുന്ന പ്രക്രിയയാണ് codification of accounts. The codes are classified into each section and grouping of accounts can be done effectively. ഓരോ സെക്ഷനും ഓരോ സബ്സെക്ഷനും കൃത്യമായ കോഡുകൾ നൽകുന്നതുകൊണ്ട് അക്കൗണ്ട്സിനെ കൃത്യമായി തരംതിരിക്കാൻ, ഗ്രൂപ്പ് ചെയ്യാൻ അത് സഹായിക്കുന്നു. The grouping and codification depends upon the type of organization. സംഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്വഭാവം എന്താണോ അതനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പിംഗ് മെത്തേഡും കോഡിഫിക്കേഷൻ മെത്തേഡും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഡിഫിക്കേഷൻ ഈസ് ദ എസെൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്താണ്? കോഡിഫിക്കേഷൻ ആണ് എസെൻസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ സത്ത, എസെൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കോഡിഫിക്കേഷൻ. അതായത് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഈ അക്കൗണ്ടുകളെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല മനസ്സിലാക്കിയെടുക്കുന്നത്, കോഡുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഒരു ഐറ്റം, ഉദാഹരണത്തിന് സാലറി എന്ന ഐറ്റം, അതെന്താണ് എന്ന് കമ്പ്യൂട്ടർ മനസ്സിലാക്കിയെടുക്കുന്നത് സാലറി എന്ന പേരിൽ നിന്നല്ല, സാലറിക്ക് നമ്മൾ നൽകിയിരിക്കുന്ന കോഡിൽ നിന്നാണ്. സാലറി നമ്മൾ എവിടെ ഉൾപ്പെടുത്തും? സാലറി പെയ്ഡ് ആണെങ്കിൽ എവിടെ ഉൾപ്പെടുത്തും? അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ്. ഇതിലേത് ഉൾപ്പെടുത്തും? എക്സ്പെൻസിൽ ഉൾപ്പെടുത്തും അല്ലെ? അപ്പൊ അതിനനുസരിച്ചുള്ള കോഡുകൾ. അപ്പൊ അസറ്റിന് ഒരു കോഡ്, ലയബിലിറ്റിക്ക് മറ്റൊരു കോഡ്, ക്യാപിറ്റലിന് മറ്റൊരു കോഡ്, അതുപോലെ റവന്യൂസിനും എക്സ്പെൻസസിനും വേറെ കുറെ കോഡുകൾ. അതിനുള്ളിൽ വരുന്ന ഐറ്റംസിന്, അതിനുള്ളിൽ വരുന്ന ഗ്രൂപ്പ്സിനും ഐറ്റംസിനും വീണ്ടും സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് കോഡുകൾ നൽകുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ മെത്തേഡ്സ് ഓഫ് കോഡിഫിക്കേഷൻ. കോഡ്സ് എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കും നമ്മൾ കോഡ് ചെയ്യേണ്ടത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. The codes should be simple, understandable, concise and expandable. കോഡിന്റെ 4 പ്രത്യേകതകൾ: ലളിതമായിരിക്കണം, സിമ്പിൾ, അണ്ടർസ്റ്റാൻഡബിൾ, മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, 3 കൺസൈസ്, വളരെ ഹ്രസ്വമായതായിരിക്കും, കൺസൈസ്.
എക്സ്പാൻഡബിൾ, ആവശ്യം വന്നാൽ ഭാവിയിൽ പുതിയ ഐറ്റംസ് ഉൾപ്പെടുത്താൻ പറ്റുന്നതായിരിക്കണം, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം കോഡ്. ഓക്കെ, it should be designed to enable the system to generate various reports like balance sheet. ബാലൻസ് ഷീറ്റ് പോലെയുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയുള്ള പലതരത്തിലുള്ള റിപ്പോർട്ട്സ് തയ്യാറാക്കാൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഈ കോഡിഫിക്കേഷന് നമ്മൾ നൽകേണ്ടത്. ഫോർ എക്സാമ്പിൾ, we can use numeric codes for major account groups, subgroups and next level subgroups etc. as follows. നമ്മളിവിടെ പരിചയപ്പെടുന്നത് ന്യൂമറിക് കോഡ് അലോട്ട് ചെയ്യുന്ന ഒരു ഉദാഹരണമാണ്. അതായത് നമ്പേഴ്സ് ഉപയോഗിച്ച് കോഡ് കൊടുക്കുന്നു. ഇതിനൊക്കെയാണ് നമ്പർ ഉപയോഗിച്ച് കോഡ് കൊടുക്കുന്നത്. ഒന്ന്, മേജർ അക്കൗണ്ട് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ 5 കമ്പോണൻസ്, അതിന് പറയുന്നത് സെപ്പറേറ്റ് കോഡുകൾ. അതിനുള്ളിൽ വരുന്ന സബ് ഗ്രൂപ്പ്സിനും കോഡുകൾ, അതിനുള്ളിൽ വീണ്ടും സബ് ഗ്രൂപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെയും എക്സ്ട്രാ കോഡുകൾ, സെപ്പറേറ്റ് കോഡുകൾ നമ്മൾ നൽകി. ഓക്കെ, അതിന് ഉദാഹരണമാണ് നമ്മളിനി കാണുന്നത്. സി, അസറ്റ്സിന്റെ കോഡ് 1, അസറ്റിന് ഒന്നാമത്തെ സബ് ഗ്രൂപ്പ് ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റിന്റെ കോഡ് 1.1, രണ്ടാമത്തെ സബ് ഗ്രൂപ്പ് കറന്റ് അസറ്റ്സ്, കോഡ് 1.2 അല്ല 1.3. എന്തായിരിക്കും? ആ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ തരത്തിലുള്ള അസറ്റ്സ് വന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി എക്സ്പാൻഡബിൾ ആയിരിക്കണം കോഡുകൾ എന്ന് നമ്മൾ പറയും, ഇല്ലേ? അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും പുതിയ അസറ്റ്സ് വരികയാണെങ്കിൽ, ഇതിന് രണ്ടിനും പെടുത്താൻ പറ്റാത്ത അസറ്റുകൾ വരികയാണെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് 1.2 നമ്മൾ ഒഴിവാക്കിയിട്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇനി ഫിക്സഡ് അസറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കുക. അതിൽ വരുന്ന ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, അതിനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന കോഡ് 1.1.1. ലാൻഡിന്റെ കോഡ് 1.1.1. ആദ്യത്തെ 1 അസറ്റ്സ് എന്ന മെയിൻ ഗ്രൂപ്പിന്റെ, രണ്ടാമത്തെ 1 ഫിക്സഡ് അസറ്റ് എന്ന സബ് ഗ്രൂപ്പിന്റെ, മൂന്നാമത്തെ 1 ലാൻഡ് എന്ന് പറയുന്ന അസറ്റിന്റെയും കോഡാണ്. ഓക്കെ, വീണ്ടും നമ്മളിവിടെ അടുത്ത ബിൽഡിംഗ് നമ്മൾ കൊടുത്തിരിക്കുന്ന കോഡ് 1.1.2 അല്ല 3 ആണ്. നമുക്കറിയാം എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ 1.1.3, അവിടെ 3 എന്ന് പറയുന്നത് ബിൽഡിംഗിന്റെ കോഡ്. ആദ്യത്തെ 1 അസറ്റ്, രണ്ടാമത്തെ 1 ഫിക്സഡ് അസറ്റ്. ഓക്കെ, അങ്ങനെയാണ് കോഡിംഗ് സ്ട്രക്ചർ. അങ്ങനെ ഓരോ അസറ്റ്സിന് നമ്മൾ കോഡ് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സബ് ഗ്രൂപ്പ് കറന്റ് അസറ്റ്സ് ആണ്. കറന്റ് അസറ്റ്സിന്റെ കോഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. കറന്റ് അസറ്റ്സിന്റെ കോഡ് 1.3 പെടുന്ന കറന്റ് അസറ്റ്സ്. അതിൽ പെടുന്ന കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണ്? ക്യാഷ്, ബാങ്ക്, റിസീവബിൾ, ഡെറ്റേഴ്സ്, സ്റ്റോക്ക് ഇൻ ഹാൻഡ്. അവിടെ നമ്മൾ 1.3.1 ക്യാഷിന്റെ കോഡ് 1.3.1 എന്ന് പറഞ്ഞാൽ 1 asset, 3 current assets, and last 1 is the code of cash. അപ്പോൾ അസറ്റ്സ് എന്ന ഗ്രൂപ്പിൽപ്പെട്ട, കറന്റ് അസറ്റ്സ് എന്ന സബ് ഗ്രൂപ്പിൽപ്പെട്ട അസറ്റ് ആയ ക്യാഷ് എന്നാണ് ആ കോഡിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ബാങ്കിന് 1.3.3, ബിൽസ് റിസീവബിളിന് 1.3.5, ഡെറ്റേഴ്സ് 1.3.7, സ്റ്റോക്ക് ഇൻ ഹാൻഡ് അതിന് 1.3.9. അങ്ങനെ ഓരോ അസറ്റ്സിനും ഓരോ കോഡുകൾ നമ്മൾ നൽകുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്? ഹയറാർക്കിക്കൽ ആയിട്ടുള്ള കോഡ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് മേജർ ഗ്രൂപ്പ് ലയബിലിറ്റീസ് ആണ്. ലയബിലിറ്റീസ് കോഡ് 2 ആണ്. രണ്ടു തരം ലയബിലിറ്റീസിനെ പറ്റിയാണ് പറയുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ്, 2 കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ ലോങ് ടൈം ലയബിലിറ്റീസിന്റെ കോഡ് 2.1, കറന്റ് ലയബിലിറ്റീസിന്റെ കോഡ് 2.3. മൂന്നാമത്തെ ഗ്രൂപ്പ് മേജർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിന്റെ കോഡ് 3. ക്യാപിറ്റലിനെ നമ്മൾ കണ്ടു ഷെയർ ക്യാപിറ്റൽ എന്ന ഗ്രൂപ്പ്,
റിസർച്ച് ആൻഡ് സർപ്ലസ് എന്ന ഗ്രൂപ്പുമാണ് ക്യാപിറ്റൽ എന്ന മെയിൻ ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സബ് ഗ്രൂപ്പായ ഷെയർ ക്യാപിറ്റലിന്റെ കോഡ് 3.1, രണ്ടാമത്തെ സബ് ഗ്രൂപ്പായ റിസർച്ച് ആൻഡ് സർപ്ലസിന്റെ കോഡ് 3.3. ആ റിസർച്ച് ആൻഡ് സർപ്ലസിൽ ഉൾപ്പെടുന്ന ക്യാപിറ്റൽ റിസർവിനും ജനറൽ റിസർവിനും യഥാക്രമം 3.3.1, 3.3.3 എന്ന കോഡുകൾ നൽകിയിരിക്കുന്നു. നാലാമത്തെ കമ്പോണന്റ് അല്ലെങ്കിൽ നാലാമത്തെ മേജർ ഗ്രൂപ്പ് റവന്യൂസ്. റവന്യൂസിനെ രണ്ട് സബ് ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് ഡയറക്റ്റ് ഇൻകം, രണ്ട് ഇൻഡയറക്റ്റ് ഇൻകം. ഡയറക്റ്റ് ഇൻകം എന്ന് നമുക്കറിയാം സെയിൽസ് ഉദാഹരണം. അപ്പൊ അതിൽപ്പെടുന്ന സെയിൽസ് അതിന്റെ ഒന്നാമത്തെ അക്കൗണ്ട്. അപ്പൊ കോഡ് കൊടുക്കുന്നത് 4.1.1 സെയിൽസ്. ഇൻഡയറക്റ്റ് ഇൻകം 4.2 അല്ല 3, 4.3 ഇൻഡയറക്റ്റ് ഇൻകത്തിന് കോഡ്. അതിൽ പെടുന്ന റെന്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് തുടങ്ങിയ ഐറ്റംസിന് നമുക്ക് കൊടുക്കാവുന്ന കോഡ് 4.3.1 റെന്റ് റിസീവ്ഡ്, 4.3.3 കമ്മീഷൻ റിസീവ്ഡ്. അങ്ങനെ കോഡുകളുന്നില്ല. എക്സാമ്പിൾസ് മാത്രം ഇവിടെ എടുത്തിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ മേജർ ഗ്രൂപ്പ് ഓഫ് കമ്പോണന്റ് ഇസ് എക്സ്പെൻസ്. എക്സ്പെൻസിന്റെ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻസ് ഓർ സബ് ഗ്രൂപ്പ്സ്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതിന്റെ കോഡ് 5.1. എക്സ്പെൻസിന്റെ കോഡ് 5 ആണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഐറ്റമായ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കോഡ് 5.1. രണ്ടാമത്തെ സബ് ഗ്രൂപ്പായ റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ കോഡ് 5.3. റവന്യൂ എക്സ്പെൻഡിച്ചറിൽ രണ്ട് തരത്തിലുള്ള സബ് ഗ്രൂപ്പുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസസ്, രണ്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ആ ഡയറക്റ്റ് എക്സ്പെൻസസിൽ രണ്ട് ഐറ്റംസ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വേജസ്, ക്യാരേജ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോ എക്സ്പെൻസ് കോഡ് 5, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1, so 5.1. റവന്യൂ എക്സ്പെൻഡിച്ചർ 5.3. റവന്യൂ എക്സ്പെൻഡിച്ചർ പെടുന്ന ഡയറക്റ്റ് എക്സ്പെൻസിൽ 5.3.1. ഡയറക്റ്റ് എക്സ്പെൻസിൽ പെടുന്ന വേജസിന്, എക്സ്പെൻസസിൽ പെടുന്ന റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടുന്ന ഡയറക്റ്റ് എക്സ്പെൻസിൽ പെടുന്ന വേജസിന് 5.3.1.1. ഒന്നാമത്തെ ഏറ്റവും ആയതുകൊണ്ട് ലാസ്റ്റ് 1. ഓക്കെ, വീണ്ടും 5.3.1.2 ക്യാരേജ് ഇൻവേഴ്സ്. അങ്ങനെയൊക്കെ കോഡുകൾ നമുക്ക് നൽകാം. വീണ്ടും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, റവന്യൂ എക്സ്പെൻഡിച്ചറിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതിന് കോഡ് 5.3.3. അതിന്റെ ഉള്ളിൽ വരുന്ന ഐറ്റംസിന് സാലറി, റെന്റ് പോലുള്ള ഐറ്റംസിന് 5.3.1 സാലറി. അങ്ങനെ കോഡുകൾ നമുക്ക് നൽകാവുന്നതാണ്. ഈ കോഡിഫിക്കേഷൻ എക്സാമ്പിൾ പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദ്യമായിട്ട് വരാറുണ്ട്. സോ നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ടൈപ്സ് ഓഫ് കോഡ്സ്. There are 3 types of codes: sequential codes, block codes and mnemonic codes. 3 തരത്തിലുള്ള കോഡുകളാണുള്ളത്. ഒന്ന് sequential codes, രണ്ട് block codes, 3 mnemonic codes. ഓക്കെ, 3 തരത്തിലുള്ള കോഡുകൾ. അത് രണ്ടാമത്തത് സീക്വൻഷ്യൽ കോഡ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളതാണ്. സീക്വൻഷ്യൽ കോഡിന്റെ അർത്ഥം തുടർച്ചയായി, കണ്ടിന്യൂസ് ആയി, കോൺസിക്യൂട്ടീവ്, ഒന്നും പറയുക ഒന്നായിട്ട് എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ സീക്വൻഷ്യൽ കോഡ് എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് കോഡ് നൽകുന്നത് നോക്കാം. ഇൻ സീക്വൻഷ്യൽ കോഡ് numbers and or letters are allotted to items in consecutive order. അങ്ങനെയാണ് നമ്പേഴ്സോ ലെറ്റേഴ്സോ ആണ് ഐറ്റംസിന് കൊടുക്കുന്നത്, കോഡായിട്ട് നൽകുന്നത്. അതും ക്രമമായിട്ടാണ്, ഇടതടവില്ലാതെ കോൺസിക്യൂട്ടീവായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് ആ നമ്പേഴ്സ് നൽകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഫോർ സോഴ്സ് ഡോക്യുമെന്റ്സ് ലൈക്ക് ചെക്സ്, ഇൻവോയ്സസ് എക്സെട്ര. അപ്പോൾ ഇത് എന്തിനാണ് പ്രധാനമായിട്ടും ഇത്തരം കോഡുകൾ ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും സോഴ്സ് ഡോക്യുമെന്റ്സ് ആയ ചെക്കുകൾ, ഇൻവോയ്സുകൾ തുടങ്ങിയ ഐറ്റംസിന് കോഡ് നൽകുന്നതിന് വേണ്ടിയാണ്
സീക്വൻഷ്യൽ കോഡ് ഉപയോഗിക്കുക പ്രധാനമായും. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. ഒന്നാമത്തെ എക്സാമ്പിൾ, കോഡുകൾ 001 ABC Traders, 002 PQR Associates, 003 XYZ Limited. അപ്പൊ അങ്ങനെയുള്ള 3 സ്ഥാപനങ്ങൾക്ക് നമ്മൾ കോഡ് നൽകിയിരിക്കുന്നു. 1 2 3 001 002 003 അങ്ങനെ ക്രമത്തിൽ തന്നെ ഇടപാടില്ലാതെ കോഡ് നൽകിയിരിക്കുകയാണ്. 3 സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുള്ള സ്ഥാപനങ്ങളാണ്. അവിടെ ഒരുപക്ഷെ നമ്മുടെ ഡേറ്റേഴ്സ് ആവാം, നിങ്ങൾക്ക് ഡേറ്റേഴ്സ് ആവാം, അവർക്ക് നമ്മളൊരു കോഡ് നൽകിയിരിക്കുന്നു. അങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നൽകി. അതാണ് സീക്വൻഷ്യൽ കോഡ്. ഇനി മറ്റൊരു എക്സാമ്പിൾ, എക്സാമ്പിൾ 2, നമ്പേഴ്സ് തന്നെയാവാം, ലെറ്റേഴ്സ് ഉൾപ്പെടുത്തി കോഡ് ഉണ്ടാക്കാം. അതാണ് രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, അതിൽ ഒരുപക്ഷെ ഡെറ്റേഴ്സിന്റെ 100 ഡെറ്റേഴ്സിൽ പെടുന്ന ഐറ്റംസ് ആവാം. ഇപ്പോൾ SB 001 ട്രേഡേഴ്സ്, SB 002 കമൽ അസോസിയേറ്റ്സ്, SB 003 അലയൻസ് ലിമിറ്റഡ്. നമ്മുടെ 100 ഡെറ്റേഴ്സ് ആണെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്ക് SB എന്ന് കോഡ് കൊടുക്കാം. SB 001 അവിടെ നമുക്ക് കണ്ടിന്യൂസ് ആണ്, അവസാനത്തെ ഡിജിറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അപ്പൊ അത് സീക്വൻഷ്യൽ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോഡ് ബ്ലോക്ക് കോഡ്സ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോഡ് ബ്ലോക്ക് കോഡ്സ്. ബ്ലോക്ക് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ്. സോ ഇൻ ബ്ലോക്ക് കോഡ്സ് a range of numbers is divided into a number of sub-ranges and each sub-range is allotted to a specific group of items. എന്താണ് ബ്ലോക്ക് കോഡിൽ എന്താ ചെയ്യുന്നത്? ഒരു റേഞ്ച് ഓഫ് നമ്പേഴ്സ്, ഒരു നമ്പറിന്റെ റേഞ്ച് അതിനെ പല ഭാഗങ്ങളായിട്ട് സബ് റേഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ഓരോ സബ് റേഞ്ചും ഓരോ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിന് അലോട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. ബ്ലോക്ക് കോഡിംഗ് ചെയ്തു. നോക്കുക, 1000 to 1999 ലാപ്ടോപ്സ് എന്ന പ്രോഡക്ട്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ഓക്കെ, ഈ കോഡിൽ 1000 മുതൽ 1999 വരെയുള്ള കോഡുകൾ ഏത് പ്രോഡക്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റിനാണ് നൽകിയിരിക്കുന്നത്? ലാപ്ടോപ്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഓക്കെ, 2000 മുതൽ 2999 വരെയുള്ള കോഡുകൾ പ്രിന്റേഴ്സ് എന്ന വിഭാഗത്തിലാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, 3000 to 3999 ഇതിനാണ് മൊബൈൽ ഫോൺസിനാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ആ മൊബൈൽ ഫോൺസിൽ വീണ്ടും നമ്മൾ സബ് റേഞ്ചസ് അല്ലെങ്കിൽ സബ് ബ്ലോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 3000 to 3099 ആപ്പിൾ ഐഫോൺസ് എന്ന വിഭാഗത്തിൽ എന്ന പ്രോഡക്റ്റിന് മാറ്റിവെച്ചിരിക്കുന്നു. 3000 മുതൽ 3099 വരെയുള്ള നമ്പേഴ്സ് ഏത് ഐറ്റംസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു? ആപ്പിൾ ഐഫോണിന്റെ വിവിധ മോഡൽസ് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു. 3100 to 3199 സാംസങ് ഫോൺസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. 3200 to 3299 OnePlus ഫോൺസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ സബ് റേഞ്ചസ്. അപ്പൊ ഈ 3 സബ് ബ്ലോക്സും ഏതിൽ വരുന്നതാണോ? ആ മൂന്നാമത്തെ 3000 to 3999 എന്ന മൊബൈൽ ഫോൺസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്, അല്ലെങ്കിൽ റേഞ്ചിൽ വരുന്നതാണ്. അതിനുള്ളിൽ തന്നെ നമ്മൾ വേറെ റേഞ്ച് ഓരോ പ്രോഡക്റ്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. അതാണ് സബ് ബ്ലോക്സ് അല്ലെങ്കിൽ സബ് റേഞ്ച് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. So, in block code, a range of numbers is divided in a number of sub-ranges and each sub-range is allotted to a specific group of items. Here I agree. മൂന്നാമത്തെ type of code, mnemonic codes. MNEMONIC. Mnemonic. M silent ആണ്. M ഉണ്ട് പക്ഷെ silent ആണ്. Mnemonic code. In a mnemonic code, alphabets or abbreviations are used to codify items. അക്ഷരങ്ങളോ അല്ലെങ്കിൽ ചുരുക്കെഴുത്തുകളോ ഉപയോഗിച്ച് ഐറ്റംസിന് കോഡ് നൽകുന്ന പ്രക്രിയയാണ് നെമോണിക് കോഡിംഗ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളാവാം, അബ്രിവിയേഷൻസ് ചുരുക്കെഴുത്തുക. ഉദാഹരണത്തിന് SBI എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചുരുക്കെഴുത്താണ്. അതൊരു നെമോണിക് കോഡാണ്, SBI എന്ന് പറയുന്നത് പോലെ നമ്മൾ വിവിധ അക്കൗണ്ടുകൾക്കും വിവിധ ഐറ്റംസിനും വിവിധ സ്ഥാപനങ്ങൾക്കും നമ്മൾ നെമോണിക് കോഡുകൾ നൽകും. എക്സാമ്പിൾ CB
is the code for cash book. SJ is for sales journal. PJ is for purchase journal. ഇത്തരം കോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതാണ് നെമോണിക് കോഡിന്റെ എക്സാമ്പിൾ. ഈ 3 തരത്തിലുള്ള കോഡുകൾ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു നെമോണിക് കോഡ് ഉണ്ടാക്കിയാണ്. അതാണ് SBM. ഏതൊക്കെയാണ്? SBM. S sequential code, B block code and M mnemonic codes. SBM എന്നുള്ള വാക്ക് നമ്മൾ ഓർത്തിരിക്കുക. ഓക്കെ. സോ മെത്തഡോളജി ഓഫ് കോഡിംഗ്. മെത്തഡോളജി എന്ന് പറയുന്ന രീതിശാസ്ത്രമാണ്. എങ്ങനെയാണ് കോഡ് നൽകുന്നത്, ആ കോഡ് നൽകുന്നതിന്റെ രീതി എന്താണ്? ഓക്കെ, ഇതാണ് മെത്തഡോളജി. Coding is done after developing a hierarchy of data names. ഇതാണ് ഒരു കോഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു ഹയറാർക്കി ഉണ്ടാക്കിയിരിക്കണം. നമ്മൾ പറഞ്ഞു ഗ്രൂപ്പുകൾ, സബ് ഗ്രൂപ്പുകൾ, നെക്സ്റ്റ് ലെവൽ സബ് ഗ്രൂപ്പുകൾ, ദെൻ ഐറ്റംസ്. അല്ലെ? അങ്ങനെ ഒരു ഹയറാർക്കി, ഒരു സ്ഥാനക്രമം ഉണ്ടാക്കിയതിനു ശേഷമാണ് കോഡുകൾ നൽകുന്നത്. ഫോർ എക്സാമ്പിൾ, രജിസ്റ്റർ നമ്പർ is a code allotted to students. We can allot register number by considering the following hierarchy. നമുക്ക് സ്കൂൾ, ആ സ്കൂളിലെ കോഴ്സ്, ആ കോഴ്സിലെ ഒന്നിലധികം ക്ലാസ്സുകളുണ്ടെങ്കിൽ ഏത് ക്ലാസ്സാണ്, അതിൽ തന്നെ ആ ക്ലാസ്സിൽ ഒന്നിലധികം സെക്കൻഡ് ലാംഗ്വേജുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് ഈ കുട്ടിയുടെ സെക്കൻഡ് ലാംഗ്വേജ്, ആ കുട്ടിയുടെ ക്ലാസ് നമ്പർ ഏതാണ്, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു കോഡ് ഉണ്ടാക്കാം. അപ്പോൾ സ്കൂൾ, അതാണ് മേജർ ഗ്രൂപ്പ്, കോഴ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്, അതിൽ ഒന്നിലധികം ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ ക്ലാസ് ഏതാണെന്നുള്ളത് അതിന്റെ നെക്സ്റ്റ് ലെവൽ സബ് ഗ്രൂപ്പ്, സെക്കൻഡ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് ആ ക്ലാസ്സിൽ ഒന്നിലധികം സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് അതിന്റെ നെക്സ്റ്റ് ലെവൽ സബ് ഗ്രൂപ്പ്, ദെൻ ക്ലാസ് നമ്പർ, അതാ കുട്ടിക്ക് മാത്രമുള്ള നമ്പർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു കോഡ് ഉണ്ടാക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, 5017 എന്ന കോഡുള്ള സ്കൂളിൽ 39 എന്ന കോഡുള്ള കോഴ്സ് പഠിക്കുന്ന, അതിൽ ഒന്നാമത്തെ ബാച്ചിൽ പഠിക്കുന്ന, ലാംഗ്വേജ് കോഡ് 2 ഹിന്ദി എന്ന സബ്ജക്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്ന, ക്ലാസ് നമ്പർ 38 എന്ന നമ്പറുള്ള കുട്ടിക്ക് നമുക്ക് ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും? 5017390123 ഇതാണ് 5017 സ്കൂളിന്റെ കോഡ്, 39 കോഴ്സിന്റെ കോഡ്, 01 ബാച്ചിന്റെ കോഡ്, 2 സെക്കൻഡ് ലാംഗ്വേജിന്റെ കോഡ്, 38 ക്ലാസ് നമ്പർ. ഓക്കെ, ഇത് ഒരു തവണ പരീക്ഷയ്ക്ക് ഇത്തരം ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. So our next topic is security features of computerized accounting system. Computerized accounting systemത്തിന് എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. So accounting software provide the following security features to ensure data security, safety and confidentiality. 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ നൽകിയിരിക്കുന്നു. ഒന്ന്, ഡാറ്റ സെക്യൂരിറ്റി, നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ സുരക്ഷിതമായിരിക്കണം. സേഫ്റ്റി, സുരക്ഷിതത്വം. കോൺഫിഡൻഷ്യാലിറ്റി, അതിന്റെ രഹസ്യാത്മകത, ആ രഹസ്യം പുറത്തു പോകാൻ പാടില്ല. അപ്പോൾ അതിന്റെ രഹസ്യാത്മകത ഉറപ്പുവരുത്തണം. ഇങ്ങനെ 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സോഫ്റ്റ്വെയർസിൽ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തുന്നത്. 3 തരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണുള്ളത്. ഒന്ന് പാസ്വേഡ് സെക്യൂരിറ്റി, 2 ഡേറ്റ ഓഡിറ്റ്, 3 ഡേറ്റ വോൾട്ട്. സോ അതിൽ ഫസ്റ്റ് വൺ പാസ്വേഡ് സെക്യൂരിറ്റി. എന്താണ് പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് നമുക്കറിയാം അല്ലെ? പാസ്വേഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ് ഓരോ യൂസർ നെയിമും പാസ്വേഡും അലോട്ട് ചെയ്യും. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചല്ലാതെ ആ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്ത സംവിധാനമാണ് പാസ്വേഡ് സെക്യൂരിറ്റി. ഇപ്പൊ നമ്മുടെ ഫോണിൽ പാസ്വേഡ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ ID ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു സംവിധാനം തന്നെ
ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ നൽകുകയാണെങ്കിൽ അതാണ് പാസ്വേഡ് സെക്യൂരിറ്റി. സോ അണ്ടർ ദ സിസ്റ്റം ദ ആക്സസ് in the software is restricted to predefined persons by allotting usernames and passwords. എന്താണ് predefined persons? മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് യൂസർ നെയിമുകളും പാസ്വേഡുകളും നൽകിക്കൊണ്ട് മാത്രം ആ സോഫ്റ്റ്വെയറിലേക്കുള്ള പ്രവേശനം ആക്സസ് സാധ്യമാക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് പാസ്വേഡ് സെക്യൂരിറ്റി. ഓക്കെ, ക്ലിയർ? രണ്ടാമത്തെ സെക്യൂരിറ്റി ഫീച്ചർ ഇസ് ഡാറ്റ ഓഡിറ്റ്. ഡാറ്റ ഓഡിറ്റ്, അക്കൗണ്ടിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കണക്ക് പരിശോധനയാണ്. ഇവിടെ ഡാറ്റ ഓഡിറ്റ് ഒരു തരത്തിലുള്ള പരിശോധനയാണ്. ഓക്കെ, ഇതാണ് നോക്കാം. മോസ്റ്റ് സോഫ്റ്റ്വെയർ the data audit facility is available. It enables us to know what changes are made in the original data and by whom it is done. It helps to fix responsibility. അതായത് എല്ലാ സോഫ്റ്റ്വെയർസും തന്നെ നമുക്ക് ഡാറ്റ ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതെന്തിനു സഹായിക്കുന്നു? അത് നമ്മളെ എന്തിനു സഹായിക്കുന്നു? It helps us to know what changes are made. ഒറിജിനൽ ഡേറ്റയിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്നും ആ മാറ്റങ്ങൾ വരുത്തിയത് ആരാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ, അതോടൊപ്പം അതിന്റെ ഉത്തരവാദിത്വം, ആ മാറ്റം വരുത്തുന്നതിന്റെ ഉത്തരവാദിത്വം ആ മാറ്റം വരുത്തിയ വ്യക്തിയുടെ മേൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമാണ്, പരിശോധിക്കാനുള്ള സംവിധാനമാണ് ഡാറ്റ ഓഡിറ്റ്. ഓക്കെ, ഒന്നാമത് ഡാറ്റ വാൾട്ട്. വാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് റൂം അല്ലെങ്കിൽ ഒരു നിലവറന്നൊക്കെയാണ് വാൾട്ട്. ഇപ്പൊ ഡാറ്റ വാൾട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റയെ സൂക്ഷിച്ചു വെക്കുന്നു, പുറത്തുള്ളവർക്ക് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി ഡാറ്റയെ ഭദ്രമായി സൂക്ഷിക്കുന്നു. എങ്ങനെ? നിലവറയിലോ അല്ലെങ്കിൽ സ്ട്രോങ് റൂമിലോ അല്ല, അതിന് പകരം എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുന്നു. എങ്ങനെ? എൻക്രിപ്റ്റ് ചെയ്ത് കോഡുകളാക്കി മാറ്റി സൂക്ഷിക്കുന്നു. ഓക്കെ, ആ കോഡ് പുറമെയുള്ള ആൾക്കാർക്ക് കിട്ടിയാൽ അതുകൊണ്ട് അവർക്കൊന്നും ഉപയോഗമൊന്നുമില്ല. ഓക്കെ, അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഡാറ്റ വാൾട്ട്. സോ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ provides security through data vault. In vaulting, the data is encrypted by scrambling it so that its interpretation becomes extremely difficult or even impossible. എന്താണ് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം? അതിനെ ആ ഡാറ്റയുടെ ഇന്റർപ്രിട്ടേഷൻ, ആ ഡാറ്റ വേറെ ആൾക്ക് കിട്ടിയാൽ അതിനെ അയാൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അത് വ്യാഖ്യാനം ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന രീതിയിൽ ഡാറ്റയെ എൻക്രിപ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് ഡാറ്റ വാൾട്ട്. ഇപ്പൊ ഈ എൻക്രിപ്ഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. വാട്സപ്പിൽ നമ്മൾ ഒരു മെസ്സേജ് അയക്കുമ്പോൾ ഒരു കോണ്ടാക്ട് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഏറ്റവും ആദ്യ ഭാഗത്ത് കാണും end to end encrypted എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എൻക്രിപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഡാറ്റയെ സോഫ്റ്റ്വെയറിൽ നിന്ന് എൻക്രിപ്റ്റ് ചെയ്താണ് സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പൊ അത് പുറമേയുള്ള ഒരാൾക്ക് ഈ ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അസാധ്യമാണ്. അതാണ് അതിന്റെ ലക്ഷ്യം. സോ അവർ നെക്സ്റ്റ് ടോപ്പിക് ഇസ് അഡ്വാൻറ്റേജസ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈഡ് റിപ്പോർട്ട്സ്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ടൈംലി ജനറേഷൻ ഓഫ് ഡിസൈഡ് റിപ്പോർട്ട്സ്. നമുക്ക് ആവശ്യമുള്ള റിപ്പോർട്ട്സ് ആവശ്യമുള്ള സമയത്ത് ഉചിതമായ രീതിയിൽ ലഭ്യമാക്കാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കുന്നു. രണ്ടാമത്തത് എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പിംഗ്. എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം സഹായിക്കുന്നു. മൂന്നാമത്തത് സേവ്സ് ടൈം ആൻഡ് മണി. സമയവും പണവും ലാഭിക്കാൻ നമ്മളെ സഹായിക്കുന്നു. നാലാമത്തത് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഡാറ്റ ഈസ് മെയിൻറ്റെയിൻഡ്. ഡാറ്റയുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ഈ സോഫ്റ്റ്വെയർസ് നമ്മളെ, ഈ സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. അഞ്ചാമത്തത് ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ. ആ സോഫ്റ്റ്വെയർ തന്നെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ സ്വയം ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ ആറാമത്തത് ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി. ട്രാൻസ്പെറൻസി, സുതാര്യതയാണ് നമ്മൾ അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി അത് നമ്മൾ പഠിച്ചതാണ്. റിലയബിലിറ്റി ആശ്രയയോഗ്യത, സുതാര്യതയും ആശ്രയയോഗ്യതയും കൊണ്ട്
കൂടുതൽ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാളും കൂടുതൽ നമുക്ക് കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിനെ ആശ്രയിക്കാൻ സാധിക്കും. അതിന് ട്രാൻസ്പെറൻസി കൂടുതലുണ്ട്. ഏത് മിസ്റ്റേക്ക് ആരാണ് ചെയ്തതെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻസി ഇവിടെ. ഏഴാമത്തത് ആക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. വളരെ കൃത്യമായ അതുപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എപ്പോഴും കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ലഭ്യമാണ്. അതേസമയം നമ്മൾ മാനുവൽ അക്കൗണ്ടിങ് ആണെങ്കിൽ നമ്മൾ ഒരു ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പിന്നീട് അടുത്ത ബുക്കിലേക്ക് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യും, അല്ലെ? അത് അപ്ഡേഷൻ തടസ്സമാണ്. പക്ഷെ കമ്പ്യൂട്ടറിസ്റ്റ് അക്കൗണ്ടിങ് ഒരു തവണ എന്ത് ചെയ്താൽ അത് നമ്മൾ ഏതൊക്കെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുത്താൽ അവിടെ എല്ലാം അത് അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 7 അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന് ടൈംലി ജനറേഷൻ റിപ്പോർട്ട്സ്, 2 എഫിഷ്യൻസി ഇൻ റെക്കോർഡ് കീപ്പിംഗ്, 3 സേവ്സ് ടൈം ആൻഡ് മണി, 4 കോൺഫിഡൻഷ്യാലിറ്റി, 5 ഓട്ടോമേറ്റഡ് ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ, 6 ട്രാൻസ്പെറൻസി ആൻഡ് റിലയബിലിറ്റി, 7 ആക്യുറേറ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക് എന്തായിരിക്കും? അതിന്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ്. കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ 7 ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് നമ്മളോട് കാണുന്നത്. ഒന്ന്, കമ്പ്യൂട്ടർ കോഡ് നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകൾക്കും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ബാധകമാകുന്ന ഒരു കാര്യമാണ് ഡേഞ്ചർ ഓഫ് ഹാക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡേറ്റ. ഡേറ്റ മോഷ്ടിക്കപ്പെടാം, സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെടാം, അല്ലെ? എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്ത് നമ്മുടെ ഡേറ്റ ഒക്കെ മോഷ്ടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഡേഞ്ചർ ഓഫ് ഹാക്കിംഗ് ആൻഡ് സ്റ്റീലിംഗ് ഓഫ് ഡേറ്റ. 2, പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയിൽ എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് നമ്മുടെ അക്കൗണ്ടിങ്ങിനെ ബാധിക്കും, പ്രതികൂലമായിട്ട് ബാധിക്കും. മൂന്നാമത് നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. സ്കിൽഡ് ആയിട്ടുള്ള ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച് അക്കൗണ്ട്സ് ഒക്കെ തയ്യാറാക്കാൻ കഴിവുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതാണ് നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. 4മത്തത് ചാൻസസ് ഓഫ് ഡാറ്റ ലോസ് ഡ്യൂ ടു വേരിയസ് റീസൺ. പല കാരണങ്ങൾ കൊണ്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഡാറ്റ നഷ്ടപ്പെടാനുള്ള ചാൻസുകൾ, സാധ്യതകളുണ്ട്. എല്ലാം നഷ്ടപ്പെടുന്നല്ല, സാധ്യതകൾ. 5മത്തത് ഫാസ്റ്റർ ഒബ്സോലസൻസ് ഓഫ് ടെക്നോളജി which leads to scrapping of heavy investment. ഇതാണ് ഹെവി ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് നടത്താൻ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഒരു സ്ഥാപനത്തിന് നമുക്ക് ഏർപ്പെടുത്തണമെങ്കിൽ അതിന് വലിയ മുതൽ മുടക്ക് വേണം. അങ്ങനെ വലിയ മുതൽ മുടക്കി ഉണ്ടാക്കിയ ഈ സംവിധാനം പെട്ടെന്ന് ഓബ്സൊലീറ്റ് ആയി പോകാനുള്ള സാധ്യത, ഒബ്സോലസൻസ് പെട്ടെന്ന് ഔട്ട്ഡേറ്റഡ് ആയി പോകാൻ ഉള്ള സാധ്യതയുണ്ട്. കാരണം ടെക്നോളജി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഔട്ട്ഡേറ്റഡ് ആയി പോയാൽ നമ്മൾ ആ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ആ സിസ്റ്റംസ് മാറ്റേണ്ടി വന്നാൽ നമ്മൾ വലിയൊരു തുക നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഓക്കെ. 6മത്തത് ഹ്യൂജ് ട്രെയിനിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിനെ പുതിയ ടെക്നോളജി അനുസരിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി വലിയ കോസ്റ്റ് ഉണ്ടാകുന്നു. 7മത്തത് unprogrammed and unspecified reports cannot be generated from the system. എന്താണ് unprogrammed and unspecified reports? മുൻകൂട്ടി നിശ്ചയിച്ച റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ മുൻകൂട്ടി നമ്മൾ നിർദ്ദേശിച്ച കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ നിർദ്ദേശിച്ച റിപ്പോർട്ടുകൾ മാത്രമേ കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, ജനറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റിപ്പോർട്ട്സ് വേണമെന്ന് തീരുമാനിച്ചു, ആ റിപ്പോർട്ട്സ് എല്ലാം അതിനകത്ത് കിട്ടും. പിന്നീട് ഗവൺമെന്റ് പറയുകയാണെങ്കിൽ ഇങ്ങനെ പുതിയ എന്നിങ്ങനെ റിപ്പോർട്ട്സുകൾ വേണം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഒന്നെങ്കിൽ മാറ്റണം അല്ലെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പുതിയ തരത്തിലുള്ള റിപ്പോർട്ട് മുൻകൂട്ടി നിശ്ചയിക്കാത്ത, നമ്മൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്യാത്ത റിപ്പോർട്ട്സ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഓക്കെ. ഇപ്പൊ അങ്ങനെ 7 ഡിസ്അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഡേഞ്ചർ ഓഫ് ഹാക്കേഴ്സ് ആൻഡ് സ്റ്റീലിംഗ്. 2, പ്രോബ്ലംസ് വിത്ത് ടെക്നോളജി. 3, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് പേഴ്സണൽ. 4, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് ആണ്. 4, ചാൻസസ് ഓഫ് ഡേറ്റ ലോസ്. 5, ഫാസ്റ്റർ ഒബ്സോലസൻസ്. 6, ഹ്യൂമൻ ട്രെയിനിങ് കോസ്റ്റ്. 7, unprogrammed reports cannot be generated. Okay. So our next topic is accounting information system. Accounting information system, that is AIS. So എന്താണ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം? അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിംഗ് ധാരാളം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്ഥാപനത്തിന് പുറത്തുള്ളവർക്കും ഓണേഴ്സിനും ഗവൺമെന്റിനും ഒക്കെ ധാരാളം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് അക്കൗണ്ടിംഗ്.
അപ്പൊ അക്കൗണ്ടിങ്ങിനുള്ളിൽ തന്നെ എന്തുണ്ട്? സബ് സിസ്റ്റംസ് ഉണ്ട്. സോ അക്കൗണ്ടിങ് ഇസ് എ ലാർജ് ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് കണ്ടെയ്ൻസ് മെനി സബ് സിസ്റ്റംസ്. ഇപ്പൊ അക്കൗണ്ടിങ് എന്ന് പറയുന്നതാണ് ഒരു ലാർജ് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. അതിൽ ഉൾപ്പെടുന്നു പല സബ് സിസ്റ്റംസ് ഉൾപ്പെടുന്ന, അപ്പൊ പല സബ് സിസ്റ്റംസ് ഉൾപ്പെടുന്ന ഒരു വലിയ ഇൻഫർമേഷൻ സിസ്റ്റമാണ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പൊ എന്താണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റം ചെയ്യുന്നത്? ഈ സബ് സിസ്റ്റംസിനെ എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം തയ്യാറാക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റം integrates all subsystems and provides a systematic accounting information system. ഇത് കൃത്യമായ രീതിയിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ലഭ്യമാക്കുക. എങ്ങനെ? എല്ലാ സബ് സിസ്റ്റംസിനെയും കോർത്തിണക്കിക്കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, അതാണ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് ചെയ്യുന്ന കാര്യം. സോ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റവും അതിന്റെ സബ് സിസ്റ്റംസ് നമുക്ക് കാണാൻ പറ്റും. 10 സബ് സിസ്റ്റംസ്. ഒന്ന് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം, 2 സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ് സിസ്റ്റം, 3 ഇൻവെന്ററി സബ് സിസ്റ്റം, 4 പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ് സിസ്റ്റം, 5 പേറോൾ സബ് സിസ്റ്റം, 6 ഫിക്സഡ് അസറ്റ് സബ് സിസ്റ്റം, 7 ടാക്സ് അക്കൗണ്ടിങ് സബ് സിസ്റ്റം, 8 ഫൈനൽ അക്കൗണ്ട് സബ് സിസ്റ്റം, 9 കോസ്റ്റിംഗ് സബ് സിസ്റ്റം, 10 ബഡ്ജറ്റ് സബ് സിസ്റ്റം. അങ്ങനെ 10 സബ് സിസ്റ്റംസ് ഉൾപ്പെടുന്ന ഒരു സംവിധാനം, ഒരു വലിയ സിസ്റ്റമാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ ഓരോ സബ് സിസ്റ്റംസും എന്താണ് ഡീൽ ചെയ്യുന്നത് നമുക്ക് വിശദമായിട്ട് കാണാം. ഒന്ന് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം പേര് തന്നെ വ്യക്തമാണ്. ഇറ്റ് ഡീൽസ് വിത്ത് the receipts and payments of cash, both physical and electronic. ഫിസിക്കൽ ആയിട്ടുള്ള ക്യാഷ്, നേരിട്ട് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കുന്നു, ഇലക്ട്രോണിക് ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസും ഒക്കെ ഉൾപ്പെടുന്ന ക്യാഷും ബാങ്കും ഇടപാടുകൾ. ഓക്കെ, ക്യാഷ് ഇടപാടുകളും ബാങ്ക് ഇടപാടുകളും ഉൾപ്പെടുന്ന സബ് സിസ്റ്റമാണ്, അതെല്ലാം അറിയപ്പെടുന്ന സബ് സിസ്റ്റമാണ് ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം. ഓക്കെ, രണ്ടാമത് സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ് സിസ്റ്റം. സെയിൽസ് ആൻഡ് അക്കൗണ്ട്സ് റിസീവബിൾ സബ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? It deals with recording of sales, maintaining of sales ledger and managing receivables. Sales record ചെയ്യുന്നു, accounts receivable എന്ന് പറയുന്നത് കിട്ടാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഡെറ്റേഴ്സിന്റെ കാര്യം മാനേജ് ചെയ്യുന്നു, സെയിൽസ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, സെയിൽസിന്റെ കാര്യം റെക്കോർഡ് ചെയ്യുന്നു, മാനേജിങ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ മാനേജിങ് ഡെറ്റേഴ്സ്. ഓക്കെ, the inventory subsystem. The inventory subsystem, it deals with recording of purchases and issue of sale of products, specifying the price, quantity and date. Inventory subsystem ആണ് ഗുഡ്സ് വാങ്ങി സൂക്ഷിക്കുന്നു, എന്നിട്ട് അവിടെ നടത്തുന്ന വിൽപ്പന നടത്തുന്നു. ആ വിൽപ്പന നടത്തുന്ന ഗുഡ്സിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, എണ്ണം തുടങ്ങിയ ഡീറ്റെയിൽസ്, ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് ആണ് ഇൻവെന്ററി സബ്സിസ്റ്റത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് സ്റ്റോക്ക് ഐറ്റംസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് അതിനകത്ത് സ്റ്റോക്കിന് എത്ര വിറ്റു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ഇറ്റ് ജനറേറ്റ്സ് ദ ഇൻവെന്ററി പൊസിഷൻ ആൻഡ് വാല്യുവേഷൻ റിപ്പോർട്ട്സ്. ഇൻവെന്ററിയുടെ പൊസിഷൻ എന്താണ്, എത്ര സ്റ്റോക്ക് ഉള്ള ഓരോ ഐറ്റവും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്. ഇപ്പൊ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്ന സമയത്ത് ഏത് സിസ്റ്റമാണ് അതിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ നൽകുന്നത്? ഇൻവെന്ററി സബ് സിസ്റ്റമാണ്. ഓക്കെ, നാലാമത്തത് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ് സിസ്റ്റം. പർച്ചേസും അക്കൗണ്ട്സ് പേയബിൾ തമ്മിലാണ് ബന്ധം. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ്, നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട്. ഓക്കെ, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നു, ക്രെഡിറ്റ് പർച്ചേസ് നടത്തുന്നു, അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് നാലാമത്തെ സബ് സിസ്റ്റം. ഡേറ്റ്സ് റെക്കോർഡിംഗ് ഓഫ് പർച്ചേസ് ആൻഡ് മാനേജിംഗ് പേയബിൾസ്. പർച്ചേസസും പേയബിൾസ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് പർച്ചേസ് ആൻഡ് അക്കൗണ്ട്സ് പേയബിൾ സബ് സിസ്റ്റം. അഞ്ചാമത്തെ സബ് സിസ്റ്റം പേറോൾ അക്കൗണ്ടിംഗ് സബ് സിസ്റ്റം. പേറോൾ എന്ന് പറഞ്ഞാൽ പേ എന്നാണ് ഉദ്ദേശിക്കുന്നത് സാലറിയാണ്. സാലറി ഡീറ്റെയിൽസ് അടങ്ങുന്ന ലിസ്റ്റാണ് പേറോൾ. ഒരു സ്ഥാപനത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസിന്റെ പേരുകളും ഓരോരുത്തർക്കും കിട്ടുന്ന വിവിധ എമൗണ്ടുകളും അങ്ങനെ ആകെ സാലറിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് പേറോൾ.
So it deals with the payment of wages and salary to employees. Employees in salary, wages of കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സബ്സിസ്റ്റമാണ് പേറോൾ അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. അതാണത് ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ഫിക്സഡ് അസറ്റ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം എന്തായിരിക്കും ഡീൽ ചെയ്യുന്നത്? സ്ഥാപനത്തിന്റെ ഫിക്സഡ് അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നു. അതിൽ പുതുതായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം, വിൽക്കുന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു സബ്സിസ്റ്റമാണ് ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. It deals with the recording of purchase, additions, deletions and usage of fixed assets. ഏഴാമത് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടതാണ്, നികുതിയുമായി ബന്ധപ്പെട്ട കാര്യം. വിവിധ തരത്തിലുള്ള ടാക്സസ് കൊടുക്കാണ് നമുക്ക്. ഉദാഹരണത്തിന് GST പോലുള്ള ടാക്സസ് ഉണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അത് പേ ചെയ്യാനൊക്കെയുള്ള സംവിധാനമാണ്, അതിന്റെ റെക്കോർഡിംഗിനുള്ള സംവിധാനമാണ് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. This subsystem deals with compliance requirement of various taxes. വിവിധ ടാക്സുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങൾ പാലിക്കേണ്ടത് എങ്ങനെയാണ്, അതിന്റെ നികുതി എത്രയാണ് അടയ്ക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതാണ് ടാക്സ് അക്കൗണ്ടിംഗ് സബ്സിസ്റ്റം. എട്ടാമത് ഫൈനൽ അക്കൗണ്ട്സ് സബ്സിസ്റ്റം. ഫൈനൽ അക്കൗണ്ട്സ് സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It deals with the preparation of profit and loss account, balance sheet and other statements for reporting purposes. പുറമെയുള്ളവർക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഓണേഴ്സിന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി, ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യമുള്ള വിവിധ അക്കൗണ്ടുകളും സ്റ്റേറ്റ്മെന്റ്സും തയ്യാറാക്കുന്ന, ഫൈനൽ അക്കൗണ്ട്സും സ്റ്റേറ്റ്മെന്റ്സും തയ്യാറാക്കുന്ന സബ്സിസ്റ്റമാണ്. This subsystem deals with the preparation of profit and loss account, balance sheet and other statements for reporting purposes. Final account subsystem. Costing subsystem. Costing എന്ന് പറഞ്ഞാൽ ഇതാണ്, മാനുഫാക്ചറിങ് സ്ഥാപനം ആണെങ്കിൽ അതിന് റോ മെറ്റീരിയൽസ് വാങ്ങി അതിനെ എന്താക്കി മാറ്റണം, പ്രോഡക്റ്റ് ആക്കി മാറ്റണം, അതിനൊരു ചെലവ് വരുന്നു. അതാണ് കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്. എല്ലാ സ്ഥാപനത്തിലും പലതരത്തിലുള്ള കോസ്റ്റ് വരുന്നു. അത് മെറ്റീരിയൽ കോസ്റ്റ്, നമ്മൾ പറഞ്ഞ റോ മെറ്റീരിയൽസ് വാങ്ങി അതിനെ കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യമായ കോസ്റ്റ്. ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സാലറി, വേജസ് പോലുള്ള കോസ്റ്റ്. അതുപോലെ അതർ എക്സ്പെൻസ്, ഇതിൽ രണ്ടിലും ഉൾപ്പെടാത്ത കോസ്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ കോസ്റ്റുകൾ എത്രയാണെന്ന് കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടി ഉള്ള സംവിധാനമാണ് കോസ്റ്റിംഗ് സബ്സിസ്റ്റം. എന്തായിരിക്കും അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയായിരിക്കും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ആ ഗുഡ്സിന്റെ കോസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അതിന് നമ്മൾ വിൽക്കുന്ന ഗുഡ്സിന്റെ കോസ്റ്റ് എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ സബ്സിസ്റ്റം ഉപയോഗിക്കുന്നത്. എന്തിനാണ് കണ്ടെത്തുന്നത്? അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിശ്ചയിക്കുന്നത്, വില, പ്രൈസ് നിശ്ചയിക്കുന്നു. കോസ്റ്റ് പറഞ്ഞാൽ പ്രൈസ് നിശ്ചയിക്കാൻ പറ്റും അല്ലെ? അപ്പോ ഇറ്റ് ഡീൽസ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് അതർ എക്സ്പെൻസസ് with a view to ascertain the cost of goods produced. പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ് കൃത്യമായി നിർണ്ണയിക്കുന്നതിന് വേണ്ടി വിവിധ കോസ്റ്റുകളായ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, മറ്റ് എക്സ്പെൻസസും റെക്കോർഡ് ചെയ്യുന്ന സബ്സിസ്റ്റമാണ് കോസ്റ്റിംഗ് സബ്സിസ്റ്റം. പത്താമത്തത് ബഡ്ജറ്റ് സബ്സിസ്റ്റം. ബഡ്ജറ്റ് സബ്സിസ്റ്റം എന്തായിരിക്കും? It deals with the preparation of budget for the coming financial year as well as comparison of actual performances with the current budget. ഇതാണ് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. സ്ഥാപനത്തിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ഏകദേശ വരവ് ചെലവ് കണക്ക് മുൻകൂട്ടി തയ്യാറാക്കുന്നു. ഓക്കെ, അതാണ് ബഡ്ജറ്റ്. അപ്പോൾ അത് തയ്യാറാക്കുന്നു. അത് മാത്രമല്ല, നിലവിലുള്ള വർഷത്തെ ബഡ്ജറ്റ്, കഴിഞ്ഞ വർഷം നമ്മൾ തയ്യാറാക്കിയ ബഡ്ജറ്റ് പ്രകാരമാണോ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് കമ്പയർ ചെയ്യാൻ, കമ്പാരിസൺ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് കറന്റ് ബഡ്ജറ്റ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റ്, അതും ആക്ച്വൽ പെർഫോമൻസുമായി, യഥാർത്ഥത്തിലുള്ള ഇൻകംസും എക്സ്പെൻസസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബഡ്ജറ്റ് സബ്സിസ്റ്റം. അപ്പോൾ അങ്ങനെ 10 സബ്സിസ്റ്റംസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ പേര് വർദ്ധിക്കുന്നതിന് വേണ്ടി നമ്മളൊരു കോഡ്, മെമ്മോണിക് കോഡ് തയ്യാറാക്കും അല്ലെ? 10 അപ്പോൾ അതിനെ നമ്മൾ ഒരു പ്രത്യേക ക്രമത്തിൽ നമ്മൾ അതിന്റെ ആദ്യത്തെ അക്ഷരങ്ങളെല്ലാം എഴുതുകയാണെങ്കിൽ ഈ രീതിയിൽ കാണും. CBI, SP, PC, FTF. CBI അറിയാം, SP അതറിയാം, PC പോലീസ് കോൺസ്റ്റബിൾ ഓർത്താൽ മതി, PC, FTF ഫുൾ ടൈം ഫോഴ്സ്, അങ്ങനെ ഓർത്തിരുന്നാൽ മതി. CBI, SP, PC, FTF. ഇതൊക്കെയാണ്. C ക്യാഷ് ആൻഡ് ബാങ്ക്, B ബഡ്ജറ്റ്, I inventory, S
സെയിൽസ്, പി പർച്ചേസ്, അടുത്ത പി പേറോൾ, സി കോസ്റ്റിംഗ്, എഫ് ഫൈനൽ കോസ്റ്റ്, ടി ടാക്സ് ആൻഡ് എഫ് ഫിക്സഡ് അസറ്റ്സ്. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് ഏതാനും ചില ചോദ്യങ്ങൾ നോക്കാം. അതിന് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക.